ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തത്. ഇത് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞു വരും. ഇനി ഇത് തണുക്കാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു 3/4 കപ്പോളം ഓട്സ് ആണ് ചേർത്ത് കൊടുത്തത്. അതും 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റാട്ടോ. പിന്നെ സെയിം പാനിൽ തന്നെ 1 കപ്പ് പീനട്ട്സ് ആണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് പീനട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റോളം വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശർക്കര പെട്ടെന്ന് ഉരുകി വരാൻ 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തത്. ഗ്രേറ്റഡ് കോക്കനട്ട് ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവസാനം ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോൾസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വെളുത്ത എള്ളോ അങ്ങനെ എന്തെങ്കിലും കോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.